വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയ മന്ത്രി വാസവനെതിരെ സമസ്ത യുവജന നേതാവ് സത്താർ പന്തല്ലൂർ. പാലാ ബിഷപ്പ് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ വാസവൻ ബിഷപ്പിനെ നേരിട്ട് പോയി കണ്ടു. വിദ്വേഷ പരാമർശം നടത്തിയപ്പോൾ വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ചു. ഇതിനെല്ലാം സമാനതകളുണ്ടെന്നും പരാമർശങ്ങൾക്ക് പിന്നിൽ സ്പോൺസർമാരുണ്ടെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നും സത്താർ പന്തല്ലൂർ ആവശ്യപ്പെട്ടു. അപ്പോൾ തീർത്തും ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ ഇതിന് ചില സ്പോൺസർമാരുണ്ട് എന്ന് ന്യായമായിട്ട് സംശയിക്കണം. നേരത്തെ പാലാ ബിഷപ്പ് വളരെ മോശമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോഴും അതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചത് മന്ത്രി വാസവനായിരുന്നു. ഇന്നലെ ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇന്ന് ആ വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നതും ഇതേ മന്ത്രിയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ അതിൽ ചില സമാനതകളുണ്ട് എന്ന് നമ്മൾ സംശയിക്കണം. ഷബീർ അമർ ചേരുന്നുണ്ട്. ഷബീർ, ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് എന്ത് സാമൂഹ്യ നീതിയാണ് വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്നത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇതിൽ സർക്കാരിന്റെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇതിൽ ഇതുവരെ കേസെടുക്കാത്തതിന് നമ്മൾ കണ്ടതാണ്. PC ജോർജൊക്കെ ഇത് പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് ആ കേസുകളൊക്കെ വന്നത് എന്നുള്ളത്. പക്ഷേ ഇതുവരെ വെള്ളാപ്പള്ളിക്കെതിരെ അനങ്ങാത്തത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബാധ്യതയാകാനുള്ള സാഹചര്യമല്ലേ? സത്താർ പന്തല്ലൂർ എന്ത് പറഞ്ഞു? ധന്യ, ഇതിൽ എടുത്തു പറയേണ്ട സംഗതി, അതായത് വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിഷേധമുയരുമ്പോൾ അതേ രീതിയിൽ തന്നെയാണ് സർക്കാരിനെതിരെ, ഒപ്പം സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിക്കെതിരെ, മന്ത്രി VN വാസവനെതിരെയും ഉയരുന്നത്. പ്രധാനമായും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണങ്ങൾ ശ്രദ്ധിക്കണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശങ്ങൾക്ക് പിന്നിൽ, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ നെറേറ്റീവാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സർക്കാരാണ് ഇത്തരം വിദ്വേഷ പരാമർശങ്ങളിൽ നടപടിയെടുക്കേണ്ടത് എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അതിനർത്ഥം നേരത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ നടത്തിയ ഒരു പരാമർശം നമുക്കറിയാം. സമാനമായ രീതിയിൽ ഒരു വിദ്വേഷ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തി. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ നിയമ നടപടിയോ ആ നിലയ്ക്കുള്ള നടപടികളോ അല്ലെങ്കിൽ അതിന് തള്ളിപ്പറയാൻ പോലും സർക്കാർ സംവിധാനങ്ങളോ തയ്യാറായിട്ടില്ല. പകരം മുഖ്യമന്ത്രി അടക്കമുള്ളവർ വെള്ളാപ്പള്ളി നടേശന് ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പരാമർശം നടത്തുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ എറണാകുളത്ത് വെള്ളാപ്പള്ളി നടേശന്റെ സ്വീകരണ പരിപാടി നടക്കുന്നു. അതിൽ മന്ത്രി VN വാസവൻ അടക്കം പങ്കെടുക്കുന്നു. VN വാസവൻ ഈ യോഗത്തിൽ, ഈ പരിപാടിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. അതായത് മുഖം നോക്കാതെ നിലപാട് പറയുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പുകഴ്ത്തൽ. അതിന് സമാനമായ പുകഴ്ത്തൽ ആ പരിപാടിയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ കൂടി നടത്തി. ഹൈബീഡൻ MP-യും K ബാബു MLA-യും എല്ലാം തന്നെ നടത്തി. എന്തായാലും മന്ത്രി തന്നെ ഈ നിലയ്ക്ക് ഈ വിദ്വേഷ പരാമർശം നടത്തിയതിന്റെ തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി VN വാസവൻ സംസാരിച്ചു. ഇതിനെതിരെയാണ് ഇപ്പോൾ സമസ്ത പോഷക സംഘടനാ നേതാവായിട്ടുള്ള സത്താർ പന്തല്ലൂർ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ VN വാസവൻ പാലാ ബിഷപ്പ് വിദ്വേഷ പരാമർശം നടത്തിയപ്പോൾ നേരത്തെ VN വാസവൻ പാലാ ബിഷപ്പിനെ സന്ദർശിക്കുന്ന നിലയുണ്ടായി. അത്തരമൊരു സമീപനം മന്ത്രി VN വാസവൻ സ്വീകരിച്ചു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പരാമർശം നടത്തിയപ്പോൾ അതിന് പിന്നാലെ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന സമീപനമാണ് VN വാസവൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സത്താർ പന്തല്ലൂർ വിമർശിക്കുന്നത്. ഈ നടപടി ശരിയല്ല എന്ന് സമസ്ത പോഷക സംഘടനാ നേതാവ് പറയുന്നു. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണം, നിയമ നടപടി ഉണ്ടാകണമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതോടൊപ്പം അദ്ദേഹം ചേർത്ത് പറയുന്നത് ഇതിന് പിന്നിൽ ചില സ്പോൺസർമാരുണ്ട്, ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾക്ക് പിന്നിൽ ചില സ്പോൺസർമാരുണ്ട്, അതിൽ തൽപര കക്ഷികളുണ്ട്, അത് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നവരുണ്ട് എന്ന വിമർശനം കൂടി സത്താർ പന്തല്ലൂരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു.